ഖത്തറിലെ ഫസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ഹോട്ടലിൽ വന്നു. Okay. This is for Wi-Fi passport. Okay. We are here. Okay. Just you will turn left. You can see the Sultanahmet tram station. Okay. It is Blue Mosque, Hagia Sophia Mosque, Topkapı Palace, Basilica City, and Grand Bazaar. Okay. Around area just 5, 7, 10 minutes by foot. We don't have any public transport. Okay. ഇത് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ മെട്രോ കയറാൻ പോകുന്ന വഴിയാണ്. മെട്രോ അല്ല കേട്ടോ, ട്രാം കയറാൻ പോകുന്ന വഴിയാണ്. എത്തി, ട്രാം സ്റ്റേഷൻ എത്തി. ട്രാം ഇഷ്ടംപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ. ഞങ്ങൾ ഇനി ഇസ്താൻബുൾ കാർട്ട് എടുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്ത് കയറണമെങ്കിൽ. നല്ല ക്യൂ ആണ് ഇസ്താൻബുൾ കാർട്ട് എടുക്കാനായിട്ട്. ഞങ്ങൾ ഹോട്ടൽ എടുത്തിരുന്നത് സുൽത്താൻ അഹമ്മദ് ട്രാം സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് 2 മിനിറ്റ് നടന്നാൽ നമുക്ക് ഈ ട്രാം സ്റ്റേഷനിലേക്ക് എത്താം. അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സുൽത്താൻ അഹമ്മദ് ഏരിയയിൽ ഹോട്ടൽ എടുത്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാനുള്ള എല്ലാ ടൂറിസ്റ്റിക് അട്രാക്ഷൻസും അടുത്ത് തന്നെ. നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഹാഗിയ സോഫിയ ആണെങ്കിലും ബ്ലൂ മോസ്ക്, ടോപ്കപ്പി പാലസ് എല്ലായിടത്തേക്കും നമുക്ക് നടന്നു പോകാനുള്ള അത്രയും ദൂരം മാത്രമേ അവിടെ നിന്നുള്ളൂ. ഇത് ഹാഗിയ സോഫിയ ഹിസ്റ്ററി മ്യൂസിയമാണ്. നല്ല വെതറാണ് അല്ലേ? നല്ല വെതറാണ്. തണുപ്പുമില്ല ചൂടുമില്ല, ചെറിയൊരു വെയിലും. ഇതാണ് ബ്ലൂ മോസ്ക്. ഇതിൻ്റെ ശരിക്കും പേര് ഒഫീഷ്യൽ നെയിം സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നാണ്. ഇത് ഒട്ടോമൻ ഭരണകാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള മോസ്കാണ്. ഇതൊരു വലിയ സെൻട്രൽ ഡോമും അതിന് ചുറ്റിലും 4 സെമി ഡോംസും ചേർന്നിട്ടുള്ള വലിയ പ്രെയർ ഹോളായിട്ട് പണിതിരിക്കുന്ന വലിയൊരു മോസ്കാണ്. ഇതിനകത്ത് സുൽത്താൻ അഹമ്മദിൻ്റെ ടോംബുണ്ട്, മദ്രസയുണ്ട്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് കടക്കാൻ പറ്റും. ഇത് ബ്ലൂ മോസ്കിൻ്റെ ഉൾഭാഗമാണ്. തിരക്കുണ്ട്. നമ്മൾ ഹെഡ് കവർ ചെയ്തിട്ട് വേണം ഇതിനകത്ത് കയറാൻ എല്ലാവരും. ബ്ലൂ മോസ്ക് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഹാഗിയ സോഫിയ മോസ്ക് കാണാനാണ്. അത് തൊട്ടപ്പുറത്ത് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് നിൽക്കുന്നതാണിത്. ഈ ഹാഗിയ സോഫിയ ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ ഹാഗിയ സോഫിയ. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് വേൾഡിൽ ഏറ്റവും വലിയ ചർച്ചുകളിൽ ഒന്നായിരുന്നു. ഏറ്റവും വലിയ 4ാമത്തെ ചർച്ച് മറ്റോ ആയിരുന്നു ഈ ഹാഗിയ സോഫിയ മോസ്ക്. അത് പിന്നീട് മോസ്കാക്കി മാറ്റിയതാണ്. എന്ത് ഭംഗിയല്ലേ ഡ്രസ്സ് കാണാൻ. ഇതാണ് ഹാഗിയ സോഫിയ മോസ്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും വലിയ ചർച്ചായിരുന്നു. അത് ഇപ്പോൾ ഒരു മോസ്കാക്കി മാറ്റിയിരിക്കുന്നതാണ് ഹാഗിയ സോഫിയ മോസ്ക്. ഇസ്താൻബുളിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ട്രാം യാത്രയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അക്സറായി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ എഴുതി കാണിക്കുന്നുണ്ടോ? ആ 4ാമത്തെ സ്റ്റോപ്പാണ് അക്സറായി എന്നാണ് പറഞ്ഞത്. മറ്റേ മോസ്കൊക്കെ എത്തി കേട്ടോ. ഇത് വേറെ ഏതോ മോസ്കാണത്, നമ്മൾ വന്ന മോസ്കല്ലല്ലേ? അതല്ല, 3rd സ്റ്റോപ്പ് അതിലാണ്. 4th സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങണം. പൂച്ച
Exit. ഇതാണ് അക്സറായി AVM. ഇവിടെ AVM എന്ന് പറഞ്ഞ ഷോപ്പിംഗ് മോളിനെയാണ് പറയുന്നത്. AVM എന്ന് പറയുന്നത് ഇതൊരു അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് മോളാണ്. നമുക്ക് ഇതിലൂടെ ഇറങ്ങിയിട്ട് താഴേക്ക് പോയി. ഞങ്ങളിപ്പോൾ ആക്ച്വലി പോയി ഷോപ്പ് ചെയ്ത് തിരിച്ചു വന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാനിപ്പോൾ വീഡിയോ പിടിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ഇതാണ് എൻ്റെ പിലാവു ഉസ്തി എന്ന് പറഞ്ഞ സംഭവം. ഇതിൻ്റെ കൂടെ ഒരു ടിബൂസ് പോലത്തെ സംഭവമുണ്ട്. ഉള്ളിൽ റൈസുണ്ട്, ഉണ്ടോ, റൈസുണ്ട്, ചിക്കൻ പീസസ്, പൊട്ടാറ്റോ, ടൊമാറ്റോ. ഇതാണ് പിന്നെ ടർക്കിഷ് കോഫിയാണ്. ടർക്കിഷ് കോഫി ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ടർക്കി വന്നിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ടർക്കിഷ് കോഫി കുടിക്കാൻ പോകുന്നത്. ടർക്കിഷ് കോഫി നമ്മുടെ ഇസ്താൻബുളിലെ രാത്രി ദൃശ്യമാണ്. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ ഇറങ്ങി. ഡിന്നർ കഴിച്ച് കഴിഞ്ഞു, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള ട്രാം വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പോൾ ഇവിടെ ടൈം 9:40 രാത്രി. ഇസ്താൻബുളിൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. കാരണം എവറി 3 minutes നമുക്ക് ട്രാമുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് എവിടെ പോകാനും നമുക്ക് ട്രാം ആക്സസിബിളാണ്. നമുക്ക് പോകാനുള്ള ട്രാം വരുന്നുണ്ട്. നല്ല തണുപ്പിട്ടാ, മൂക്ക് കടഞ്ഞു തുടങ്ങി. കപ്പറ്റാസിൽ പോകാം, നമുക്ക് പോകാം അല്ലേ? അങ്ങനെ ഞങ്ങളുടെ ടാൻ ഹോട്ടലിലെ റൂമിലേക്ക് എത്തി. 308 അവർ റൂം. അങ്ങനെ ഇസ്താൻബുളിൽ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. നാളെ ഞങ്ങൾ ഏഷ്യൻ സൈഡായ കടിക്കോയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.